ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പ്രകാരം കൂടി വരുവാനും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന പ്രിയ മാധ്യമങ്ങളായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രശാലിയുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അമിതത്തോളം സമയം ലീഡ് ചെയ്യാനൊക്കെയും കർത്താവിനെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിവിധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവകാശങ്ങളെ തന്നു. അനേകർ വളരെ ഭാരത്തോടും പ്രയാസത്തോടും ഓരോ ദിവസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ കർത്താവിന്റെ കൃപയാൽ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന സ്തോത്രം. അവന്റെ സ്തോത്രം കൃപയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളോടെ, പുതിയ പ്രൈസറോട് പ്രത്യാശയോടെയൊക്കെ തുടങ്ങുവാൻ ദൈവം നമുക്ക് ഭാഗ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവം നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസം തുടങ്ങുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ദൈവ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മനോഹരമായി പാടുവാൻ പ്രിയ സരിതാന്റെയും പ്രിയമോളെയും കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ക്ഷേമത്തോടെ അതിടങ്ങളിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. സ്തോത്രം. തുടർന്നുള്ള അല്പസമയം നമുക്ക് എന്നിട്ട് വേദഭാഗങ്ങൾ വായിച്ച് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കാം. ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇതിന് ആത്മാവെന്ന് പകൽക്കാലം നമ്മൾ സംസാരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പരിചയമായ വേദഭാഗം തന്നെയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെട്ടത്. സ്തോത്രം. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 10-ാം അധ്യായം 10-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളനും വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഈ വായിക്കപ്പെട്ട വേദഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധിയായ ദൈവ സന്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടവരാണ്. നാം തന്നെ പ്രസംഗിച്ചവരും അല്ലെങ്കിൽ ആ വേദഭാഗമൊക്കെ ആഴത്തിൽ ധ്യാനിക്കും പഠിക്കുകയും ചെയ്തവരും ഒക്കെ ആയിരിക്കാം. അതിലുപരി സ്തോത്രം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ചില ഭരണ നേതാക്കന്മാർ, കേരളത്തിലുള്ള ചില നേതാക്കന്മാര് അതിലെ സ്തോത്രം ഈ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, അതിന് മുകളിലുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, ഞാൻ വാതിലാകുന്നു എന്നുള്ള വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ദൈവസന്ദേശമല്ല ആ ജനത്തെ കയ്യിലെടുക്കാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് സ്തോത്രം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നാൽ വ്യത്യസ്ത ചിന്തകളാണ്. ഏതു മനുഷ്യന്റെയും സ്തോത്രമേ ഏതു മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കത്തക്കവണ്ണം സുതാര്യമാണ് ആ ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ട് കാണുവാൻ ഇടയാക്കുന്നു. എനിവേ, ഇത് കർത്താവിന്റെ വചനമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ഇവിടെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് 2 തരത്തിലുള്ള ഇടയന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 2 കൂട്ടം ആടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒന്ന്, ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുന്ന ഒരു ഇടയൻ, നല്ല ഇടയൻ എന്ന് പറയുന്നത്. സ്തോത്രം. 2, ആടുകൾക്കെതിരെ ശത്രുക്കൾ വരുമ്പോൾ അവയെ വിട്ട് ഓടിപ്പോകുന്ന ഒരിടയൻ, അതിനെ കൂലിക്കാരനായ ഇടയൻ എന്ന് പറയുന്നു. സ്തോത്രം. 2 കൂട്ടം ആടുകളിൽ ഒരു കൂട്ടം ഇടയന്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തെ, ഇടയന്റെ ശബ്ദത്തെ അനുഗമിക്കുന്ന ഒരു കൂട്ടം, ഇടയന്റെ ശബ്ദം കേൾക്കാതെ ചിതറിപ്പോകുന്ന ഒരു കൂട്ടം. സ്തോത്രം. ഇത് ക്രൈസ്തവ ഗോളത്തിൽ കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ 10-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് രാവിലെ അല്പസമയം ഞാൻ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുക. അവിടെ വായിക്കുന്നു, സ്തോത്രം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. 2 ഇടയന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ, 2 കൂട്ടം ആടുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ 2 വാതിലിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. സ്തോത്രം.
അല്ലെ? യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോ സ്തോത്രം, ആടുകളെ അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആടുകളെ മേച്ചിൽപ്പുറത്തേക്ക് നടത്തുകയും തിരിച്ച് അതിന്റെ ആടുകളുടെ കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് മുൻവാതിൽ വഴിയായി വരുന്ന ഇടയൻ. സ്തോത്രം. 2, ആടുകളെ മോഷ്ടിക്കാനും അറുപ്പാനും മുടിച്ചു കളയാനുമായിട്ട് പിൻവാതിലൂടെ വരുന്ന സ്തോത്രം ഒരു മോഷ്ടാവ്. അത് നമുക്കറിയാം, പിശാചിനെ കുറിച്ചും പിശാചിന്റെ അടിമത്തത്തിൽ അമർന്നു പോകുന്ന മനുഷ്യനെ കുറിച്ചും ഒക്കെയാണ് കർത്താവോടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെ മോഷ്ടിക്കപ്പെട്ടും തകർക്കപ്പെട്ടും ഇരിക്കുന്ന ജനത്തെ തന്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുക്കാനാണ് 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതും തന്റെ ജീവനെ നൽകിയതും എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. ആ കർത്താവ് ജീവൻ നൽകിയത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തില് ഞാനും നിങ്ങളുമൊക്കെ ആ കർത്താവിനെ സ്തുതിപ്പാനും ആ ദൈവമക്കളായി തീരാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഭാഗ്യം ലഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളും കവർച്ചക്കാരായി പട്ടുപോയേനെ. സ്തോത്രം. കള്ളന്മാർ നശിപ്പിച്ചു കളയുന്ന, മോഷ്ടിച്ചു കളയപ്പെട്ടതായ തകർക്കപ്പെട്ടതായ സ്തോത്രം ഒരു കൂട്ടത്തിൽ ഞാനും നിങ്ങളും പട്ടുപോയേനെ. ഒരു കാലത്ത് നമ്മൾ ആയിരുന്നു. പക്ഷേ കരുണാമയനായ കർത്താവിന്റെ കൃപയാൽ നമുക്ക് ആ ഒരു കൂട്ടത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. അപ്പോൾ കർത്താവ് പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. അപ്പൊ കർത്താവ് വന്നത് നശിച്ചു പോകുന്നവർക്ക്, മരിച്ചു പോകുന്നവർക്ക് ജീവനെ നൽകുവാനും പിന്നെ ആ ജീവൻ സമൃദ്ധിയായി നൽകുവാനും അത്രേ വന്നത്. സ്തോത്രം. എങ്ങനെയാണ് സ്തോത്രം മനുഷ്യരിൽ മരണം പ്രവേശിച്ചതെന്നും എങ്ങനെയാണ് അതേ മനുഷ്യനിൽ ജീവൻ പ്രവേശിക്കുന്നതെന്നും റോമാലേഖനം 5-ാം അധ്യായം സവിസ്തരം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ താട്ട് വായിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആമേൻ. താഴോട്ട് വായിച്ചു വരുമ്പോൾ, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. കണ്ടോ? ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. സ്തോത്രം എന്ന് നമുക്കിവിടെ വായിക്കാം. സ്തോത്രം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യരൊക്കെ പാപികളായി തീർന്നതെന്നും, അല്ല ആ പാപികളായി തീർന്ന മനുഷ്യർ എങ്ങനെയാണ് വീണ്ടും നീതിമാന്മാരായി തീരുക എന്നും, പാപത്തിന്റെ ശിക്ഷയായ മരണം എങ്ങനെയാണ് മാനവകുലത്തിൽ വ്യാപിച്ചതെന്നും, എങ്ങനെയാണ് മരിച്ചുപോയ ആ മാനവകുലത്തിലേക്ക് മനുഷ്യവംശത്തിന് വീണ്ടും നിത്യജീവനെ ലഭിക്കുക
എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ വായിക്കാനായിട്ട് കഴിഞ്ഞത്. സ്തോത്രം. അപ്പോ കർത്താവ് വന്നത് പാപത്താൽ ദൈവിക സംസർഗം നഷ്ടപ്പെട്ട മാനവവംശത്തെ നിത്യമായി എന്നേക്കും വീണ്ടെടുക്കേണ്ടതിനാണ്. നമ്മളിപ്പോ വായിച്ച വേദഭാഗത്ത് തന്നെ സ്തോത്രം നമ്മൾ വായിച്ച കുറിവാക്യത്തോട് ബന്ധത്തില് പറഞ്ഞ ഭാഗങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഏകന്റെ ലംഘനത്താൽ പ്രൈസ് ദി ലോർഡ് അതിന്റെ ഏകൻ ലംഘനത്താൽ ഏകൻ നിമിത്തം മരണം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവന്റെ സമൃദ്ധി ലഭിക്കുന്നവര് അതേ യേശു ക്രിസ്തു മുഖാന്തരം ഏറ്റവും അധികമായി നിത്യമായി സ്തോത്രം ജീവനിൽ വാഴും. ഇതാണ് നമുക്കുള്ള പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, വിശുദ്ധീകരണം പ്രാപിച്ച, നീതീകരിക്കപ്പെട്ട എന്റെയും നിങ്ങളുടെയും ഭാഗ്യകരമായ പ്രത്യാശ എന്നുള്ളത് സ്തോത്രം ഈ ലോകത്തിലെ സാധാരണ മനുഷ്യന്മാരെ പോലുള്ളതല്ല. ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറിയാൽ 80 സ്തോത്രം എന്ന് മോശ പാടി. പ്രൈസലോ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ആയുസ് നമുക്ക് ലഭിക്കുന്ന കഷ്ടവും പ്രയാസവും എന്നൊക്കെയാ മോശ 90 സംഗീതം പാടിയ സ്തോത്രം. ഹല്ലേലൂയ എന്തുമാകട്ടെ. എന്നാൽ ആ ആയുസ് കഴിഞ്ഞ് ഒരുപക്ഷെ 100 വർഷം വരെ ജീവിച്ചിരിക്കട്ടെ, ആ ആയുസ് കഴിഞ്ഞ് ഓരോ മനുഷ്യനും മണ്ണിലേക്ക് മടങ്ങും. സ്തോത്രം. പിന്നത്തേതിൽ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം സ്തോത്രം അതെ പ്രാപിക്കേണ്ടതിന് ദൈവസിംഹാസന്റെ മുൻപാകെ സകല മനുഷ്യൻ നിൽക്കും. അത് പ്രവചനോത്സവം വായിക്കുമ്പോൾ സ്തോത്രം ചിലർ നിത്യലജ്ജയ്ക്കായും അല്ലെ ചിലർ നിത്യജീവനായും എഴുന്നേറ്റ് വരും. സ്തോത്രം. ഈ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ അനേകര് നിത്യലജ്ജയ്ക്ക് വേണ്ടി നിത്യലജ്ജാകരമായ അവസ്ഥയോടെ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടെടുപ്പ് പ്രാപിച്ചവരായ നമ്മെ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ ഒരു പ്രത്യാശ, നാം നിത്യജീവനിലേക്ക് അധികമായി വാഴേണ്ടതിന്, അവനോടുകൂടെ വാഴേണ്ടതിന് ദൈവം മുൻപാകെ നിൽക്കും എന്നുള്ളതാണ്. സ്തോത്രം. അതൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടല്ല, നമ്മുടെ സൽപ്പേര് കൊണ്ടല്ല, നാം നേടിയെടുത്തതല്ല. പിന്നെയോ കരുണാമയനായ കർത്താവിന് നമ്മോട് തോന്നിയ മനസ്സലിവ് നിമിത്തം, അവന്റെ കരുണ നിമിത്തം താൻ ചൊല്ലിയ രക്തത്തിന്റെ വിലയാണ് നമുക്ക് അന്നാളിൽ ലഭിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും പ്രശംസാവഹമായ ഒരു വസ്തുത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് വന്നത് നിത്യജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്ന് നമ്മൾ വായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നൽകുന്ന എല്ലാത്തിലും, ദൈവം നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യമാണോ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കേട്ടോ. സ്തോത്രം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായത്, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദി ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ആ വചനം ആരായിരുന്നു പറഞ്ഞിട്ട് സ്തോത്രം. ആ വചനമാകുന്ന ജഡത്തിൽ വെളിപ്പെട്ട ആ ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് സ്തോത്രം നമുക്കെന്ത് ലഭിക്കുന്നു? കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അല്ലെ? സ്തോത്രം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൃപമേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു നിറവ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുകയാണ്. സ്തോത്രം. എഫെസ്യ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ
എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവമുണ്ട്. അപ്പൊ നാം ചോദിക്കുന്നതിനും അല്ലെങ്കിൽ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാപിച്ചു എന്നല്ല, പിന്നെ അതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. കൊരിന്ത്യർ ലേഖനത്തില് സ്തോത്രം, ദൈവമക്കളാകുന്ന നാം നമ്മുടെ ഭൗതിക നന്മകളിൽ നിന്ന് കർത്താവിന് കൊടുക്കുന്നുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്നാൽ 9-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിൽ പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. സ്തോത്രം. അടുത്തതായിട്ട് വായിക്കുമ്പോൾ ആമേൻ 10-ാം വാക്യം, എന്നാൽ വിതയ്ക്കുന്ന ഒരു വിത്തും ഭക്ഷിപ്പൻ ആഹാരം നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വിളവിനെ നൽകുക മാത്രമല്ല, അതിനെ പൊലിപ്പിക്കുക. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് കൊരിന്ത്യരിലെ തന്നെ ഇവിടെ സ്തോത്രം, ആമേൻ, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? അമർത്തി കുലുക്കി കവിയുന്നോരളവ് നിങ്ങളുടെ കയ്യിൽ മടക്കി കിട്ടും. സ്തോത്രം. അത് ദൈവനാമത്തിൽ നാം കൊടുക്കുന്ന നമ്മുടെ ഭൗതിക നന്മകളിൽ നിന്ന്, നമ്മുടെ ജോലിയിൽ നിന്നോ കൃഷികളിൽ നിന്നോ അല്ലെ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി ദൈവനാമത്തെ പ്രതി നാം കൊടുക്കുന്ന ഭൗതിക നന്മകൾക്ക് തക്കവണ്ണം അല്ല, അധികമായിട്ട് സ്തോത്രം വർദ്ധിപ്പിച്ചു തരുവാൻ ആമേൻ ദൈവം നമുക്ക് വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആത്മീയമായ വിഷയങ്ങളിൽ ആമേൻ സ്തോത്രം, ദൈവികമായിട്ടുള്ള വിഷയങ്ങളിൽ ആമേൻ സ്തോത്രം, നാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ പ്രതിക്രിയ എന്നുള്ളത് സ്തോത്രം സാധാരണ മനുഷ്യൻ അളക്കുന്നത് പോലല്ല. പിന്നെയോ ആമേൻ അളവില്ലാതെ വണ്ണം നമ്മെ അനുഗ്രഹിപ്പാൻ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം അതിന്റെ അവസാന അധ്യായം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പദമാണ്. 4-ാം അധ്യായത്തിന്റെ ആമേൻ 18-ാമത്തെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് നമുക്കറിയാം, നമ്മൾ ഒത്തിരി ഭൗതികമായിട്ടോ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് കഷ്ടങ്ങളും ഞെരുക്കളൊക്കെ അനുഭവിക്കുന്നവരാണ്. സ്തോത്രം. ഇന്നും ഇപ്പൊ ഈ പറയുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ സ്തോത്രം ഈ വിഷയത്തിനകത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. സ്തോത്രം. പക്ഷെ കർത്താവിന് വാഗ്ദത്തമുണ്ട്. അത് മാത്രമെന്നല്ല പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ലല്ലോ. ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക നന്മ മാത്രമല്ല. സ്തോത്രം. ആമേൻ. അതൊക്കെ അതിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും സ്തോത്രം വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്ക് അത് ശക്തിയായി വ്യാപരിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു പറയുന്നത് ഇതാണ്, പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് പറയുന്നത് എന്താണ്? ആമേൻ. യേശു ക്രിസ്തുവിൽ അല്ലെ, അവന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അല്ലെ, തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർക്കും. നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ദൈവം ചെയ്യുന്നതായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തോട് ബന്ധത്തില് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പൂർണ്ണതയുണ്ട്. അല്ല, അതിലപ്പുറം ഒരു സമൃദ്ധി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നാം വായിച്ചത്, കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആമേൻ അത് നഷ്ടപ്പെട്ടു പോകുന്ന ആടുകൾക്ക് തന്റെ ജീവൻ നൽകി അത് സമൃദ്ധിയായി നൽകേണ്ടതിനാണ് എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? ഒരു ജീവന്റെ സമൃദ്ധിയുണ്ട്. എന്നേക്കും ജീവനിൽ വാഴുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്, ഒരു വലിയ അവസ്ഥാന്തരമാണ് യേശു വിശ്വസിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജനിച്ച അനന്തരം ഏത് പാപത്തിൽ
ജീവിക്കുന്നവനാകട്ടെ, ഏത് മതത്തിൽ ജീവിക്കുന്നവനാകട്ടെ, ഏത് സ്വഭാവക്കാരനാകട്ടെ, സ്വതന്ത്രം, അവന്റെ പാപത്തെ ക്ഷമിപ്പാനും അവന്റെ നടപ്പിൽ നിന്ന് അവനെ വീണ്ടെടുക്കാനും അവനെ നിത്യമായ സ്നേഹത്താൽ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാനും നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്വതന്ത്രം, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹം അത്രത്തോളം എന്താണ് വിശാലമാണ് എന്നുള്ളതാണ്. സ്വതന്ത്രം, ആമേ കാൽവരി ക്രൂശിൽ സ്മരിക്കപ്പെട്ടവൻ 2 കൈകൾ സ്വതന്ത്രം മാനവരാശിയോട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. സകല ഭാഷക്കാരെയും, സകല ജാതിക്കാരെയും, സകല എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു രീതി, ഒരു അവസ്ഥ കൂടെ ആ ക്രൂശിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്വതന്ത്രം, അതുകൊണ്ട് അവന്റെ ജീവനിൽ എന്തുണ്ട്? ഒരു സമൃദ്ധി ഉണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ ഒന്നൊരു കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുന്നു. സ്വതന്ത്രം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രത്യാമേൻ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോടുള്ള നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. കണ്ടോ സ്വതന്ത്രം, നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ആ നിത്യരക്ഷയുടെ എന്ത് പറയുന്നത് സ്വതന്ത്രം, ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് സ്വതന്ത്രം. നമ്മോടുള്ള കർത്താവിന് സ്നേഹം ദൈവം പ്രകടിപ്പിച്ചത് എപ്പോഴാണ്? നാം നല്ലവരായ ശേഷമല്ല സ്വതന്ത്രം, അല്ലെ? മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ സ്നേഹത്തെ ക്രൂശിലൂടെ പ്രദർശിപ്പിച്ചത് നാം അഭക്തരായിരിക്കുമ്പോഴാണ്, നാം പാപികളായിരിക്കുമ്പോഴാണ്. സ്വതന്ത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പാപികളായിരിക്കുമ്പോൾ തന്നെ തന്റെ പുത്രനെ അയച്ച് പിതാവായ ദൈവം നമ്മളുടെ സ്നേഹത്തെ പ്രകടമാക്കിയെങ്കിൽ നമ്മുടെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പുത്രൻ മുഖാന്തരം പിതാവാം ദൈവത്തോട് നാം നിരന്തരം സ്വതന്ത്രം നാം നിത്യജീവനിൽ എത്ര അധികം വാഴും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സഹസ്രാബ്ദങ്ങൾ, അല്ലെ? നമുക്ക് മുമ്പിലുള്ളത് സഹസ്രാബ്ദ യുഗങ്ങളാണ്. സ്തോത്രം, 1000 വർഷങ്ങൾ നമുക്ക് ഇങ്ങോട്ടുണ്ട് ക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ ചെലവഴിക്കാനുണ്ട്. അന്തമില്ലാത്ത, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സ്തോത്രം വർഷങ്ങൾ നമുക്ക് കർത്താവിനോടുകൂടെ ഒപ്പമുണ്ട് എന്ന് ഓർക്കുമ്പോൾ സ്തോത്രം, എത്ര പേർക്കാണ് യഥാർത്ഥത്തിൽ ഒരു ആനന്ദം ഉണ്ടാവാതിരിക്കുക? ഈ ലോകത്തിൽ നമുക്കുള്ളത് അതിന്റെ ഒരംശം പോലും ഇല്ല, അല്ലെ? സ്തോത്രം, ഏറെ കൂടിയ 100 വർഷം ഇരിക്കട്ടെ. ആര് ജീവിക്കാനാണ് 100 വർഷമൊക്കെ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അഥവാ ജീവിച്ചെന്നിരിക്കട്ടെ. സ്തോത്രം, ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന കഷ്ടവും പ്രയാസവും, അല്ലെ? എത്ര ഇതൊക്കെ അനുഭവിച്ച് രോഗവും ഒക്കെ നമുക്കുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എല്ലാ ആഗ്രഹങ്ങളും തീർന്ന് മരിച്ചൊന്നും വരത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതൊക്കെ അല്പകാലത്തേക്കുള്ളൂ. സ്തോത്രം, അതുകൊണ്ടാണ് നിത്യജീവന്റെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് ആ നിത്യ തേജസ്സിന്റെ ആ ഒരു ഘനം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം, അതിന്റെ ഒരു ടൈം പീരീഡ് നമ്മൾ കണക്കാക്കിയാൽ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ടൈം ഷെഡ്യൂൾ കണക്കാക്കിയാൽ തന്നെ നിത്യതയിൽ നാം പുത്രനോടൊപ്പം പിതാവാം ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന്റെ ഈ ഒരംശം പോലും ഈ ഭൂമിയിൽ നമുക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ടത് ഈ ലോകത്തിലെ താൽക്കാലികമായി ലഭിക്കുന്ന നന്മകൾ കൊണ്ടോ, അത് മറുപക്ഷം നാം ദുഃഖിച്ച് വ്യസനിച്ച് ഇരിക്കേണ്ടത് നമുക്ക് നഷ്ടമായി പോകുന്ന എന്തെങ്കിലും താൽക്കാലികമായ വിഷയങ്ങൾ ഓർത്തല്ല. പിന്നെയോ പക്ഷേ ഈ ശരീരം മണ്ണോട് ചേരുന്നത് വരെ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, രോഗമോ ദുഃഖമോ സ്തോത്രം തിരസ്കരണമോ
ഇതൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വരാം, സ്തോത്രം. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം വിശ്വാസത്തിൽ നിലനിന്നാൽ, അവന് വേണ്ടി നിൽപ്പാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, അവനോടുകൂടെ ദീർഘമായി, ആമേൻ, അല്ലെ, യുഗങ്ങൾ വാഴുവാൻ അന്തമില്ലാത്ത രാജ്യത്തിൽ പുത്രനോട് ചേർന്ന് ആനന്ദത്തോടെ സംഗീതത്തോടെ, ആമേൻ, സ്തോത്ര, വെളിച്ചത്തിന്റെ രാജ്യത്തിൽ വസിപ്പാൻ വലിയ ഒരു സാധ്യത പിതാവായ ദൈവം പുത്രൻ മുഖാന്തരം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. സ്തോത്രം. ആ ക്രിസ്തുവാകുന്ന വാതിലൂടെ കടക്കുന്നവർക്ക് ആ നിത്യ സൗഭാഗ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കിയേ, ഞാൻ നിർത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പാപികളായിരിക്കുമ്പോൾ തന്നെ, അഭക്തരായിരിക്കുമ്പോൾ തന്നെ, ദുഷ്ടന്മാരായിരിക്കുമ്പോൾ, ദൈവത്തോടുള്ള അന്യോന്യത നഷ്ടമാക്കിയപ്പോൾ തന്നെ ദൈവം തന്നെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചെങ്കിൽ, അവനോട് നിരന്ന ശേഷം നാം എത്ര അധികം നിത്യജീവനിൽ വാഴും എന്ന് ഓർത്ത്, ആ നിത്യതയുടെ തേജസ്സിന്റെ ഘനത്തെ ഓർത്ത് നമുക്ക് സന്തോഷത്തോടെ സ്തുതിപ്പാൻ കഴിയട്ടെ. ഈ ലോകത്തിലെ താൽക്കാലികമായി ഉണ്ടാകുന്ന, സ്തോത്രം, താൽക്കാലികം പറയുമ്പോൾ തന്നെ പല നമുക്കറിയാം വേദനകളും പ്രയാസങ്ങളും, അല്ലെ, ഒക്കെ നമുക്കുണ്ട്. സ്തോത്രം. ആമേ. ചിലപ്പോൾ അതൊന്നും വാക്കുകൊണ്ട് പറഞ്ഞ് മാറുന്നതല്ല. സ്തോത്രം. ആമേ. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം ഫേസ് ചെയ്ത് പോകുന്നവരാണ്. സ്തോത്രം. എന്നാൽ ആമേ, ഇതൊക്കെ നാം അനുഭവിക്കുമ്പോൾ തന്നെ കർത്താവ് നൽകുന്ന പ്രത്യാശ, അവന്റെ ജീവനിൽ, സമൃദ്ധിയായ ജീവനിൽ നാം നിത്യമായി വാഴേണ്ടവരാണ്. അന്ന് അവിടെ എന്തില്ല? രോഗം അവിടെ ഇല്ല. അന്നവിടെ ദുഃഖമില്ല. അന്നവിടെ മുറവിളിയില്ല. അന്നവിടെ വിശപ്പില്ല. അന്നവിടെ ദാഹമില്ല. അന്നവിടെ ഇരുളില്ല. അന്നവിടെ മരണമില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യമായി അല്ലലില്ലാത്തൊരു നാട്ടിലേക്കാ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നാം സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. സമൃദ്ധിയായി പുത്രൻ തന്റെ ജീവനെ നമുക്ക് നൽകിയെങ്കിൽ നേക്കും സമൃദ്ധിയായ ജീവനിൽ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അതിനിടയിൽ നമുക്ക് വരുന്ന ഇന്നിന്റെ പ്രയാസങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ, അത് വലിയതായിട്ടല്ലാതെ, സ്തോത്രം, അത് ഞൊടി നേരത്തേക്കുള്ള ലഘു സങ്കടമെന്ന് ആമ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വലിയനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചുരുക്കം പ്രഭാതം വിരമിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 തുടങ്ങിയതാണല്ലോ തിരുവചനം നിന്നുള്ള ഘോഷണം. മോഷ്ടിപ്പാനും വറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ എന്ന് പറഞ്ഞ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയൊക്കെയും, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെയും ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പാസ്റ്ററെ, കുടുംബത്തെ, ശുശ്രൂഷയൊക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. ഇപ്പൊ ലാസ്റ്റ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. അജീസ് പാസ്റ്റർ ഉണ്ടോ? സരിത സിസ്റ്റർ, അജീസ് പാസ്റ്റർ ഉണ്ടോ? ഇല്ല. മിനിയാൻറ്റി ബാബുചാനുണ്ടോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടായിരുന്നേ. ഓക്കെ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടിയിട്ടാണ്. ആശീർവാദം പറഞ്ഞ പ്രാർത്ഥിക്കും. ഓക്കെ. സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസന നീതിമാനുമായ സ്വർഗീയ പിതാവേ, വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പക്ഷേ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അമ്മയെ വർഷിപ്പിക്കുകയും ആന്തക്കോണം നിന്റെ ദാസിദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിപ്പാൻ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തക്കോണം നിന്റെ ദാസനെ നീ അവിടെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അത്യന്ത പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിപ്പാൻ തക്കോണം എൻ്റെ മക്കളെ നീ ഇവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. ദൈവദാസനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ആത്മീയമായ, ഭൗതികമായ, ശാരീരികമായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ സ്വർഗീയദാനങ്ങളും നന്മകളാൽ നിറയ്ക്കണം. ആമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയുടെ സ്തോത്രം. ദാസനായിട്ട് എനിക്കട്ടെ, സഹായിക്കട്ടെ. അപ്പോൾ
പാസ്റ്ററിനെ ആശീർവാദം പറയണമെന്ന് ഓർക്കുന്നു. Praise the Lord. സ്തോത്രം. കർത്താവ് പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് കാലം എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരും കർത്താവ് സാന്നിധ്യം കൊണ്ടിരിക്കട്ടെ. ആശീർവാദത്തോടെ പ്രിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാമോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ആമേൻ. ലിഡിയ പ്രിയപ്പെട്ടവരോട്, പാട്ടുപാടിയവരോട്, ആമേ പ്രാർത്ഥന പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സ്തോത്രം. ആമേൻ. ഇവർക്ക് യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരോട്, ആമേ കൂട്ടായ്മ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളോട്, ലോകപാഠ്യത്തിൽ പാർക്കുന്ന സകല വിശുദ്ധന്മാരോടുകൂടെ ഇന്നുവരെ എന്നേക്കും കാലാവസാനത്തോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് പകൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ ആമേൻ. എല്ലാവർക്കും നന്ദി. ലിഡിയ മാത്യുങ്ങളോടും പാട്ടുപാടി സരിതാന്റിയോട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. നല്ല പകൽ എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ.